എല്ലാവർക്കും ലിഷ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ 3rd എപ്പിസോഡാണ്. ഞാൻ ഇന്നിവിടെ നാടൻ പനങ്കള്ള് കൊണ്ടുണ്ടാക്കുന്ന ഒരു കള്ളപ്പമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിത് പച്ചരി അരച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്, വറുത്ത പൊടി കൊണ്ടല്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പച്ചരി 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തതാണ്. ഞാനിവിടെ 4 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന മെഷർമെൻറ്റ് കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പ് 250 ml ആണ്. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിവിടെ പച്ചരി എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരയ്ക്കാനായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: ഒരു വലിപ്പമുള്ള തേങ്ങ ചിരകിയത്, അതായത് ചെറുതാണെങ്കിൽ 1.5 തേങ്ങ ചിരകിയത് വേണം. ഇത് ഞാൻ വലിപ്പമുള്ളതായതുകൊണ്ട് ഒരു ഫുൾ തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഞാൻ ഇവിടെ 1 ഗ്ലാസ് കള്ളാണ് എടുത്തിരിക്കുന്നത്. ഏഴ് ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ചുക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി പച്ചരി മിക്സിയുടെ ബൗളിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതായത് ഒന്നിച്ച് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ഒരു ജാറിൽ എന്താണോ കൊള്ളുന്നത് അതനുസരിച്ച് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിന് പകരം കള്ള് ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. അരയാൻ ആവശ്യമായ കള്ള് നമ്മൾ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളം പിന്നെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഈ അരി നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് കപ്പി കുറുക്കി ചേർക്കണം. അതിനായിട്ട് ഞാൻ അരി അരയ്ക്കുന്നത് എൻ്റെ വിരലിൽ നിങ്ങൾക്ക് കാണാം. ആ പാകത്തിന്, അതായത് തരിതരിപ്പായിട്ട് അരഞ്ഞു വരുന്ന ആ പാകത്തിന് മാവ് കുറച്ച് നമുക്ക് മാറ്റിയെടുക്കണം. അതിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ ഈ സ്റ്റീൽ തവിക്കാണ് എടുത്തിരിക്കുക. അതിന് 2 സ്റ്റീൽ തവി മാവ് ഞാൻ മാറ്റി കപ്പി കുറുക്കാനായിട്ട് എടുക്കുകയാണ്. ബാക്കിയുള്ള മാവ് നന്നായിട്ട് അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ അരി ഒന്നിച്ച് അരച്ചെടുക്കാനായിട്ട് പറ്റിയില്ല. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. ബാക്കിയുള്ള അരി അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് കൊണ്ട് നമുക്ക് കപ്പ് കുറുക്കിയെടുക്കണം. ഇനി നമുക്ക് കപ്പി കുറുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് ഏകദേശം ഒരു 3/4 ഗ്ലാസ് നമുക്ക് എടുക്കാം. അത്രയും വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കണം. മാവ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറു തീയിലെ നമ്മൾ ഇത് കപ്പി തയ്യാറാക്കാവുള്ളൂ. ഈ ഒരു പാകമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പകുതി ബാക്കി അരയ്ക്കാനുള്ള അരിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതുകൂടാതെ നമ്മൾ മാവ് കുറുക്കിയത് തണുത്തിട്ടുണ്ട്, അതും ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ചേരുവകൾ, അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, ഒരു കഷ്ണം ചുക്ക്, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ബാക്കി കള്ള മിച്ചമുണ്ടെങ്കിൽ അത് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. കള്ളില്ലെങ്കിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താലും മതി. മാവ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം നീണ്ടു പോകാൻ പാടില്ല. അരി നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം ഒഴിച്ചു വെച്ച മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അരിയെല്ലാം അരച്ച് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങ അരച്ചെടുക്കണം. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും ഒരുപാട് വെള്ളം നീണ്ടു പോകില്ല, ഒരുപാട് നന്നായിട്ട് അരയാനും പാടില്ല. അങ്ങനെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുക. അപ്പം നമ്മൾ അപ്പത്തിനകത്ത് ചെറുതായിട്ട് നമുക്ക് തേങ്ങയൊന്ന് കടിക്കാനായിട്ട് കിട്ടും. അതുകൊണ്ട് ഈ രണ്ടാമത് നമ്മൾ അരയ്ക്കുന്ന തേങ്ങ ഒരുപാട് അരഞ്ഞു പോകാനായിട്ട് പാടില്ല. തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് ഞാൻ ഈ മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഇത് പുളിപ്പിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. 8 മണിക്കൂർ സമയമെടുത്തു എനിക്ക് ഇത് പുളിച്ച് പൊങ്ങി വരാനായിട്ട്. ഇനി മാവ് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് മാവ് കുറേശ്ശെ കോരി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പരത്തി കൊടുക്കേണ്ട മാവ്, അത് തനിയെ പരന്നു വന്നോളും. ചുടുന്നതിന് മുമ്പ് മാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പുളിപ്പിൻ്റെ കുമിളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും ഇതുപോലെ കുമിളകൾ വന്നതിന് ശേഷം നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും വെന്ത് വന്നതിന് ശേഷം നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
നമ്മുടെ കള്ളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോൻ പറയും പോലെ സ്മോൾ അപ്പം. അപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും പോലെ നമ്മുടെ സ്വന്തം കള്ളപ്പം. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും ക്രിസ്മസ് സീരീസിലൂടെ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.